അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു നിരാശയോ ഒറ്റപ്പെടലോ അനുഭവപ്പെടാറില്ലേ? എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലം ലഭിക്കുന്നില്ലേ എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകും അല്ലേ? അല്ലെങ്കിൽ അള്ളാഹു എന്നെ കൈവിട്ടോ എന്ന് മനസ്സ് മന്ത്രിക്കുന്ന നേരങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇത്തരം സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മരുന്നാണ് സൂറത്തുൽ ളുഹ. നിരാശയുടെ ഇരുട്ടിൽ കഴിയുന്നവർക്ക് പ്രത്യാശയുടെ വെളിച്ചമായിട്ടാണ് ഈ സൂറത്ത് ഇറക്കപ്പെട്ടത്. ഇന്നത്തെ വീഡിയോയിൽ സൂറത്തുൽ ളുഹ ഓതുന്നത് കൊണ്ടുള്ള ചില അത്ഭുതങ്ങളെക്കുറിച്ചിട്ടും നേട്ടങ്ങളെക്കുറിച്ചിട്ടുമാണ് നമ്മൾ സംസാരിക്കുന്നത്. മാനസിക സമ്പർക്കത്തിൽ നിന്നുള്ള മോചനം മെയിൻ കണ്ടൻ്റാണത്. നമ്മുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്നുള്ള ഒരു മോചനം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ചു കാലം വഹിയ് അഥവാ ദൈവിക സന്ദേശം ലഭിക്കാതിരുന്നപ്പോൾ ഉണ്ടായ പ്രയാസവും ശത്രുക്കളുടെ പരിഹാസവും മാറ്റാനാണ് ഈ സൂറത്ത് അവതരിച്ചത്. അതിനാൽ തന്നെ മാനസികമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഈ സൂറത്ത് അർത്ഥം മനസ്സിലാക്കി ഓതുന്നത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള മോചനം ഈ സൂറത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ സൂറത്ത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നിന്റെ നാഥൻ നിന്നെ കൈവിട്ടിട്ടില്ല, അവൻ നിന്നെ വെറുത്തിട്ടുമില്ല എന്ന ഈ സൂറത്തിലെ വരികൾ ഏതൊരു വിശ്വാസിക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. പരാജയങ്ങളിൽ തളർന്നു നിൽക്കുമ്പോൾ ഇത് ഓതുന്നത് മനസ്സിന് കരുത്ത് നൽകും, ഉറപ്പാണ്. നഷ്ടപ്പെട്ടവ തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൂറത്ത് പതിവാക്കുന്നത് നല്ലതാണ്. പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് പ്രകാരം എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുകയോ ചെയ്യുന്നവർ ഈ സൂറത്ത് പതിവാക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇതുവഴി ഒരു വഴി തെളിക്കാനും നഷ്ടപ്പെട്ട സമാധാനം തിരികെ നൽകാനും നമ്മെ സഹായിക്കും. പരലോകത്ത് സംതൃപ്തി ഉണ്ടാകുന്ന ഒരു സൂറത്ത് കൂടിയാണിത്. പരലോകത്ത് വെച്ച് തൻ്റെ ഉമ്മത്തിനെ ഓർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമിക്കേണ്ടി വരില്ലെന്നും അവിടുത്തെ തൃപ്തിപ്പെടുത്തുമെന്നും അള്ളാഹു ഈ സൂറത്തിലൂടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഷഫാഅത്തിന് അഥവാ ശുപാർശയ്ക്ക് അർഹരാകാൻ ഈ സൂറത്തിനോടുള്ള സ്നേഹം നമ്മെ സഹായിക്കും. മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നു. എന്നാൽ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഈ സൂറത്ത് ഓതുന്നത്. ഖുർആനിലെ ഏറ്റവും പോസിറ്റീവായ സൂറത്തുകളിൽ ഒന്നാണ് ഇത്. അള്ളാഹു നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഈ സൂറത്ത് നമ്മെ സമാധാനമായി നമ്മൾ വിഷമിക്കുമ്പോഴും അള്ളാഹു നമ്മെ മറന്നിട്ടില്ല എന്ന വലിയ സത്യമാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ പ്രയാസങ്ങളെക്കാൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, അനാഥർ, സഹായം ചോദിച്ചു വരുന്നവരെ ഓർക്കുന്നതും അവരോട് കരുണ കാണിക്കുന്നതുമാണ് നിരാശ മാറാനുള്ള മരുന്നായി ഈ സൂറത്ത് നിർദ്ദേശിക്കുന്നത്. നമുക്ക് ലഭിച്ച കാഴ്ച, ആരോഗ്യം, ആഹാരം തുടങ്ങിയ അനുഗ്രഹങ്ങളെക്കുറിച്ചിട്ട് അള്ളാഹുവിനോട് നന്ദി പറയുന്നതും അത് മറ്റുള്ളവരോട് പറയുന്നതും അള്ളാഹുമായുള്ള ബന്ധം ദൃഢമാക്കാൻ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ചില നേരങ്ങളുണ്ട് വല്ലാതെ ഒറ്റപ്പെട്ടു പോയെന്ന നിമിഷങ്ങൾ. പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ലേ, അള്ളാഹു എന്നെ കൈവിട്ടോ എന്നൊക്കെ മനസ്സ് വെറുതെ സംശയിക്കുന്ന നേരത്തൊക്കെ അന്ന് മക്കയിൽ നമ്മുടെ പ്രിയപ്പെട്ട മുത്തുനബിക്കും ഇതുപോലൊരു സങ്കടമുണ്ടായി. ആ സങ്കടം മാറ്റാൻ അള്ളാഹു നൽകിയ മരുന്നാണ് സൂറത്തുൽ ളുഹ. നിങ്ങൾ ഇന്ന് എന്തെങ്കിലും മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സുഹൃത്തുക്കളെ, ഏകദേശം 6 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കാതിരുന്നപ്പോൾ ശത്രുക്കൾ പരിഹസിക്കാൻ തുടങ്ങി. മുഹമ്മദ് നബിയെ നാഥൻ അവനെ ഉപേക്ഷിച്ചു എന്ന് അവർ പാടി നടന്നു. ആ വേദനയിൽ നിൽക്കുമ്പോഴാണ് പ്രഭാതത്തിൻ്റെ വെളിച്ചം സത്യം ചെയ്ത് അള്ളാഹു ഈ സൂറത്ത് ഇറക്കുന്നത്. അള്ളാഹു പറഞ്ഞ ആദ്യ വാചകം ഇതായിരുന്നു: മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിൻ്റെ നാഥൻ നിന്നെ കൈവിട്ടിട്ടില്ല, അവൻ നിന്നെ വെറുത്തിട്ടുമില്ല എന്നായിരുന്നു. എന്താണ് ഈ സൂറത്ത് നമുക്ക് നൽകുന്നത്? പ്രത്യാശയുടെ വെളിച്ചം. സൂര്യപ്രകാശത്തെയും ശാന്തമായ രാവിനെയും സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു തുടങ്ങുന്നത്. അതായത് വെളിച്ചം കഴിഞ്ഞാൽ ഇരുട്ടുമുണ്ട്, ഇരുട്ട് കഴിഞ്ഞാൽ വീണ്ടും വെളിച്ചം വരും. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഇരുട്ട് ശാശ്വതമല്ലെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും ഇന്നത്തെ വിഷമത്തിൽ തളർന്നു പോകും. എന്നാൽ അള്ളാഹു പറയുന്നു: വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. നിൻ്റെ മുൻകാലത്തേക്കാൾ നിനക്ക് നല്ലത് നിൻ്റെ വരാനിരിക്കുന്ന കാലമാണ്. ഈ ദുനിയാവിലെ പ്രയാസങ്ങൾ താൽക്കാലികം മാത്രമാണ്. പഴയ കാര്യങ്ങൾ ഓർക്കുക. നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ നമ്മുടെ അള്ളാഹു നമ്മൾക്ക് പണ്ട് ചെയ്തു തന്ന സഹായങ്ങൾ മറന്നു പോകും. അള്ളാഹു ചോദിക്കുന്നു: നീ അനാഥയായിരുന്നപ്പോൾ ഞാൻ നിനക്ക് അഭയം നൽകിയില്ലേ? നീ വഴി അറിയാതെ നിന്നപ്പോൾ ഞാൻ നിനക്ക് വഴി കാണിച്ചു തന്നില്ലേ? നമ്മുടെ പഴയ പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ രക്ഷിച്ച അള്ളാഹു ഈ പുതിയ പ്രതിസന്ധിയിലും നമ്മെ സഹായിക്കും എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. നീ ഓർത്തു നോക്ക്.
ഈ സൂറത്ത് കേവലം ഓതിപ്പോകാനുള്ളതല്ല. വിഷമിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കൂ. അള്ളാഹു നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം നിങ്ങളുടെ വിഷമം മാറാനുള്ള ഏറ്റവും നല്ല വഴി മറ്റുള്ളവരുടെ വിഷമത്തിൽ കൂടെ നിൽക്കുക എന്നതാണ്. ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നത് അതാണ്. അനാഥയെ പ്രയാസപ്പെടുത്തരുത്, ചോദിച്ചു വരുന്നവനെ ആട്ടിപ്പായിക്കരുത്. നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരം അള്ളാഹു ഇറക്കിത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയൊരിക്കലും അള്ളാഹു എന്നെ കൈവിട്ടു എന്ന് പറയരുത്. അള്ളാഹുവിന് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഈ സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നോക്കൂ. ഉറപ്പായും നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. ജീവിതത്തിൽ എപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാലും സങ്കടങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടുമ്പോഴും നിങ്ങൾ സൂറത്തുൽ ളുഹായിലേക്ക് മടങ്ങുക. നിൻ്റെ നാഥൻ നിന്നെ കൈവിട്ടിട്ടില്ല എന്ന അള്ളാഹുവിൻ്റെ ആ ഉറപ്പിൽ വിശ്വസിക്കുക. ആ വിശ്വാസം നൽകുന്ന ഒരു സമാധാനമുണ്ട്. അത് മറ്റൊരിടത്തും നിന്ന് നമുക്ക് ലഭിക്കില്ല. ഈ സന്ദേശം ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ സങ്കടങ്ങൾ എന്നും നിലനിൽക്കാനുള്ളതല്ല. പ്രഭാതത്തിൻ്റെ സൂര്യപ്രകാശം പോലെ അള്ളാഹുവിൻ്റെ സഹായം നമ്മെ തേടി വരിക തന്നെ ചെയ്യും. ആ ഒരു ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. ഓർക്കുക, അള്ളാഹു നിങ്ങളെ വെറുത്തിട്ടില്ല, നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുമില്ല. ഈ ഉറപ്പ് മാത്രം മതി നമുക്ക് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ. സൂറത്തുൽ ളുഹായെ നിങ്ങളുടെ ജീവിതത്തിലെ കൂട്ടി നോക്കുക. നല്ലൊരു നാളെയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.